വർഷം 2011. കേരളത്തിൽ വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിനെ താഴെയിറക്കി ഉമ്മൻചാണ്ടി കോൺഗ്രസിനു വേണ്ടി ഭരണം പിടിച്ചു. പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ യോഗം. കേരളത്തിലെ മാധ്യമങ്ങൾ വിധിയെഴുതി. വി.ഡി. സതീശൻ എന്ന തീപ്പൊരി എം.എൽ.എ ഉമ്മൻചാണ്ടിയുടെ പടനായകനായി മന്ത്രിക്കുപ്പായമണിയും. പറവൂരിൽ ആഹ്ലാദം അലതല്ലി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്ന്. കോൺഗ്രസിനുള്ളിലെ കുതികാൽ വെട്ടിൽ വി.ഡി. സതീശൻ വീണു. കയ്യെത്തും ദൂരത്ത് മന്ത്രിക്കുപ്പായം വി.ഡി. സതീശന് കൈവിട്ടു. കണ്ണു നിറഞ്ഞാണ് സതീശൻ ആ തീരുമാനം ഉൾക്കൊണ്ടത്. പിന്നീട് 10 വർഷം വെറും പ്രതിപക്ഷ എം.എൽ.എ ആയി മാത്രം ഒതുങ്ങി. പിന്നാലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിൽ നിന്ന് കോൺഗ്രസിനെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി നയിക്കാനായിരുന്നു നിയോഗം. ആ ജോലി വി.ഡി. ഭംഗിയായി നിർവഹിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുമായി യു.ഡി.എഫിനെ തിരികെ അധികാരത്തിലെത്തിച്ചു. കഠിനാധ്വാനത്തിന്റെ ഫലമായി ഒടുവിൽ മുഖ്യമന്ത്രി പദവി തന്നെ നൽകി ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ ആദരിച്ചു. കാലത്തിന്റെ കാവ്യനീതി എന്ന പോലെ 2011 കൈവിട്ട വെറും മന്ത്രിപദത്തിന് പകരമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് തന്നെ വി.ഡി. സതീശൻ നടന്നുകയറി. ഭരണ തുടർച്ചയുടെ 10ാം വർഷത്തിൽ അജയർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട LDF സർക്കാരിനെ തകർത്ത് യു.ഡി.എഫിനെ വമ്പിച്ച വിജയത്തിലേക്ക് നയിച്ചതിൽ വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ പങ്ക് സമാനതകളില്ലാത്തതാണ്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം യു.ഡി.എഫ് കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കുമ്പോൾ അത് സതീശൻ എന്ന ക്രാന്തദർശിയായ നേതാവിന്റെ തന്ത്രങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും കൂടി ഫലമാണ്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ എന്നും തളർത്തിയിരുന്നത് AI ഗ്രൂപ്പുകളുടെ പോരാട്ടമായിരുന്നു. എന്നാൽ 2021 പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്ത ശേഷം സതീശൻ നടത്തിയ ഏറ്റവും വലിയ വിപ്ലവം പാർട്ടിയിലെ ഗ്രൂപ്പ് അതിപ്രസരം അവസാനിപ്പിച്ചു എന്നതാണ്. മുതിർന്ന നേതാക്കളെ ഒപ്പം നിർത്തിയും യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയും അദ്ദേഹം പാർട്ടിയെ കേഡർ സ്വഭാവത്തിലേക്ക് മാറ്റി. സെമി കേഡറാക്കി കോൺഗ്രസിനെ മാറ്റുമെന്നായിരുന്നു അന്ന് സതീശൻ പറഞ്ഞത്. KPCC പ്രസിഡന്റ് K. സുധാകരനുമായി ചേർന്ന് സതീശൻ രൂപീകരിച്ച ഇരട്ട എഞ്ചിൻ നേതൃത്വം താഴെത്തട്ടിൽ പ്രവർത്തകരിൽ ആവേശം നിറച്ചു. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ അവസാനിച്ചതോടെ യു.ഡി.എഫ് ഒരു ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. പിണറായി വിജയന്റെ അജയനായ ക്യാപ്റ്റൻ എന്ന പ്രതിച്ഛായയെ വസ്തുതകൾ നിരത്തി നേരിടുകയായിരുന്നു സതീശന്റെ രീതി. സതീശൻ വെറുമൊരു രാഷ്ട്രീയക്കാരനായല്ല, മറിച്ച് ഡാറ്റ അധിഷ്ഠിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഭരണതന്ത്രജ്ഞനായാണ് നിയമസഭയിൽ തിളങ്ങിയത്. കേരയിൽ വിവാദം, AI ക്യാമറ അഴിമതി, ലൈഫ് മിഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ സതീശൻ നടത്തിയ ഇടപെടലുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിലും സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിലും അദ്ദേഹം വിജയിച്ചു. സതീശന്റെ രാഷ്ട്രീയ ജീവിതം പോരാട്ടങ്ങളുടേതാണ്. KSUവിലൂടെ കടന്നു വന്ന അദ്ദേഹം കൃത്യമായ നിലപാടുകളുള്ള നേതാവായാണ് വളർന്നത്. 5 തവണ പറവൂരിൽ നിന്ന് തുടർച്ചയായി വിജയിച്ച സതീശന് ജനങ്ങളുടെ നാഡിമിടിപ്പ് അറിയാമായിരുന്നു. പരിസ്ഥിതി വിഷയങ്ങളിലും സാമൂഹിക നീതിയിലും അദ്ദേഹം പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ യുവതലമുറയെയും നിഷ്പക്ഷ വോട്ടർമാരെയും യു.ഡി.എഫിലേക്ക് അടുപ്പിച്ചു. പ്രസംഗത്തേക്കാൾ പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകുന്ന പറവൂർ മോഡൽ കേരളമാകെ വി.ഡി. നടപ്പാക്കി. വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടന്നപ്പോൾ അതിനെ ശക്തമായി നേരിടാൻ സതീശന് സാധിച്ചു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർത്ത അദ്ദേഹം നെഹ്റുവിയൻ മൂല്യങ്ങളിൽ ഉറച്ചുനിന്നു. ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ യു.ഡി.എഫിനുണ്ടായിരുന്ന വിശ്വാസ്യത അദ്ദേഹം വീണ്ടെടുത്തു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ കൃത്യമായ ഏകോപനത്തോടെ ഒപ്പം നിർത്താൻ കഴിഞ്ഞത് സതീശന്റെ വിജയത്തിന് ആക്കം കൂട്ടി. പരമ്പരാഗതമായ കോൺഗ്രസ് ശൈലിയിൽ നിന്ന് മാറി കൂടുതൽ ശാസ്ത്രീയവും ഡേറ്റാധിഷ്ഠിതവുമായ ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് സതീശൻ നടപ്പാക്കിയത്. മൈക്രോ ലെവൽ മാനേജ്മെന്റ് ആയിരുന്നു അതിൽ പ്രധാനം. ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ പ്രവണതകൾ മനസ്സിലാക്കാൻ പ്രൊഫഷണൽ ഏജൻസികളുടെ സഹായം തേടുകയും ബൂത്ത് തലത്തിൽ ആ ഡേറ്റ പ്രവർത്തകർക്ക് ലഭ്യമാക്കുകയും ചെയ്തു. വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായേക്കാവുന്ന പോക്കറ്റുകൾ തിരിച്ചറിഞ്ഞ് അവിടെ പ്രത്യേക ശ്രദ്ധ നൽകിയാണ് പ്രവർത്തിച്ചത്. ചുരുക്കത്തിൽ സംഘടനാപരമായ എഞ്ചിനീയറിംഗും സാമൂഹികമായ ബാലൻസിംഗും കൃത്യമായ അളവിൽ ചേർത്ത് വെച്ചതുകൊണ്ടാണ് വി.ഡി. സതീശന് LDFന്റെ 10 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ സാധിച്ചത്. ഈ വിജയം വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിപരമായ വിജയം കൂടിയാണ്. തോൽവിയിൽ തളരാതെ, ഗ്രൂപ്പ് പോരുകളിൽ തളച്ചിടാതെ കോൺഗ്രസിനെ ഒരു വലിയ വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് നടന്നു കയറുമ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.